ഹായ് ഫ്രണ്ട്സ്, സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കണ്ടത് ശരിയാണോ? എനിക്കൊരു സംശയം. കാരണം തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും ദിവസം കിരീടം സ്വർണമാണ് എന്നുള്ളതായിരുന്നു വിവാദം. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കണം. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരെ ലൂർദ് മാതാവ് പള്ളിയില് ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം സ്വർണ്ണമല്ലെന്നോ ചെമ്പാണെന്നോ ചെമ്പിൽ സ്വർണം പൂശിയെന്നോ എന്തരാമോ തർക്ക വിതർക്കങ്ങൾ. ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന മാനേജേഴ്സിൽ ഒരാൾ, ഏതോ ഒരു ഡോക്ടർ ശ്രീ കലാമണ്ഡലം ഗോപി ആശാനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, സുരേഷ് ഗോപി വരും, അനുഗ്രഹിച്ചേക്കണം. ഗോപി ആശാൻ നമുക്കറിയാം, അദ്ദേഹം നിഷ്പക്ഷമതിയാ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല. അദ്ദേഹം പറയുന്നു വരണമെന്നില്ല. അപ്പോഴുള്ള പ്രസ്താവനയാണ് വിവാദം. അത്ര കടുപ്പിച്ച് പറയണോ? പത്മശ്രീയൊക്കെ കിട്ടേണ്ടതല്ലേ? അവിടെയാണ് വിഷയം. പത്മശ്രീ പോകുന്ന വഴി മനസ്സിലായല്ലോ. ഇത് വെളിപ്പെടുത്തുന്നത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രാഞ്ചിയേട്ടൻ കണ്ടതിൽ പിന്നെ പത്മശ്രീ പോകുന്ന വഴിയും മാർഗവും നമുക്ക് വ്യക്തമാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ പത്മശ്രീ പണത്തിന്റെ പേരിലല്ല, പൂർണ്ണമായും രാഷ്ട്രീയമാണ്. ഭരിക്കുന്ന പാർട്ടി തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടാനിഷ്ടമനുസരിച്ച് വിതരണം ചെയ്യുകയാണ്. ഒന്നും വേണ്ടല്ലോ, ഈ വർഷം 5 ഭാരതരത്ന അവാർഡുകൾ നൽകപ്പെട്ടു. സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ആകെ 50 പേർക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഈ വർഷം തന്നെ കൊടുത്തു 5 പേർക്ക്. എങ്ങനെ പോയി അവാർഡെല്ലാം? അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ശ്രീമാൻ LK അഡ്വാനിയും ശ്രീ PV നരസിംഹറാവുമാണ്. LK അഡ്വാനി പള്ളി പൊളിച്ചു, അതിന്റെ ഫലമായി അയോധ്യ ക്ഷേത്രം നിലവിൽ വന്നു. PV നരസിംഹറാവു പള്ളി പൊളിക്കൽ തടഞ്ഞില്ല, മൗനാനുവാദം കൊടുത്തു. ആക്ട് ഓഫ് ഒമിഷൻ ആൻഡ് കമ്മീഷൻ എന്ന് പറയാൻ ചെയ്യേണ്ടാത്തത് ചെയ്താൽ മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും തെറ്റ് തന്നെ. അഡ്വാനി ചെയ്യേണ്ടാത്തത് ചെയ്തു, PV നരസിംഹറാവു ചെയ്യേണ്ടത് ചെയ്തില്ല. തടയാമായിരുന്നിട്ടും തടഞ്ഞില്ല. ഏതാണെങ്കിലും 2 പേർക്കും കിട്ടി ഭാരതരത്ന. ഇതിനെയാണ് പച്ച മലയാളത്തിൽ പറയുന്നത് നെപ്പോട്ടിസം, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഏതാണെങ്കിലും കഥാന്ത്യം അല്ലെങ്കിൽ സാരാംശം ഇതാണ്: കലാമണ്ഡലം ഗോപി ആശാന് അർഹതപ്പെട്ട പത്മശ്രീ സ്വാഹ.